3 HP ഓട്ടോമാറ്റിക് ഹീറ്റ് കൺട്രോൾഡ് ഓയിൽ പ്രസ് മെഷീൻ. ഇതിൽ നമുക്ക് മൾട്ടി സീഡ്സിൻ്റെ ഓയിൽ എടുക്കാൻ പറ്റും. അതായത് കോക്കനട്ട്, ഒലീവ്, സ്കൈ ഫ്രൂട്ട്, മസ്റ്റാർഡ്, ആൽമണ്ട്, സീസം, പീനട്ട്, സൺഫ്ലവർ, ബ്ലാക്ക് സീഡ്, ഇതുപോലുള്ള പലതരം ഓയിൽ സീഡ്സിൻ്റെ എന്ത് ചെയ്യാം, നമുക്ക് ഓയിൽ സീഡ്സിൻ്റെ ഓയിൽ എടുക്കാൻ പറ്റിയൊരു മെഷീനാണിത്. ഇതിൻ്റെ മോട്ടർ വരുന്നത് 3 HP ആണ്. ടോട്ടൽ വർക്കിംഗ് വാട്ട്സ് വരുന്നത് 5000 വാട്ട്സ് ആണ്. 5000 വാട്ട്സ് സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഇതിൻ്റെ ഹീറ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. അതും കൂടി ആഡ് ചെയ്യുമ്പോൾ 5000 വാട്ട്സിലേക്ക് വരുന്നത്. വളരെ ചുരുങ്ങിയ വർക്കിംഗ് വരുള്ളൂ. ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വളരെ കുറഞ്ഞിട്ടുള്ളൊരു മെഷീനും കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം കാണാം. ആദ്യമായിട്ട് ഇതിലേക്കുള്ള പവർ സപ്ലൈ ഓൺ ചെയ്യാണ്. ഐസൊലേറ്റർ ഓൺ ചെയ്തു. അതിനുശേഷം സ്റ്റാർട്ടർ ഓൺ ചെയ്തു. പിന്നെ മെഷീനിലുള്ള MCB ഓൺ ചെയ്യണം. MCB ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂളിംഗ് ഫാൻ വർക്കിംഗ് ആവും. അതുപോലെ തന്നെ വോൾട്ടേജ്, നിലവിലുള്ള വോൾട്ടേജും ഇവിടെ കാണിക്കും. മിനിമം ഒരു 400 വോൾട്ടേജെങ്കിലും ഉള്ളതാണ് വർക്കിങ്ങിന് ഏറ്റവും ബെറ്റർ. 400 താഴെ ആണെങ്കിൽ മോട്ടറിൻ്റെ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. മിനിമം 400 എങ്കിലും വേണമെന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഹീറ്റർ ഓൺ ചെയ്യാണ് വേണ്ടത്. ഇപ്പം ഹീറ്റർ വർക്കിംഗ് ആയി. ഇപ്പം ഇതിൽ 100 ഡിഗ്രിയാണ് സെറ്റ് വെച്ചത്. ഇത് കൊപ്രയ്ക്ക് വേണ്ട ടെമ്പറേച്ചറാണ് ഇതിൽ ഓൾറെഡി സെറ്റ് വെച്ചത്. ഞങ്ങൾക്ക് സീസമാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ഇത് 300 ഡിഗ്രിയാണ് വേണ്ടത്. സീസം 300 ഡിഗ്രി. 300 ഡിഗ്രിയിലേക്ക് മാറ്റണമെങ്കിൽ ഒന്നാമത്തെ ഈ സ്ക്വയർ ബട്ടൺ എന്ത് ചെയ്യുക, പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മുകളിലോട്ടുള്ള ആരോ മാർക്ക്, ഈ ആരോ മാർക്ക് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ കൂട്ടി 300 ആണ്, 300 സെറ്റ് ചെയ്യാം. എത്രയാണ് വേണ്ടത്, ഏത് സീഡ്സാണോ ചെയ്യുന്നത് ആ സീഡ്സിലാണ് ടെമ്പറേച്ചർ ഇവിടെ നോക്കിയതിന് ശേഷം ആ ടെമ്പറേച്ചർ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ കൊപ്രയൊക്കെ കണ്ട് നമ്മൾ 100ലേക്ക് തന്നെ വെക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, 100 വെച്ചു. ഇനി 100 ഡിഗ്രി മുകളിൽ വരുന്ന സമയത്ത് ആണ് നമുക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. 100 ഡിഗ്രി വരുന്ന സമയം വരെ നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് മെഷീൻ ചാലു വെക്കുന്നത് ബെറ്റർ. ടെമ്പറേച്ചർ സെറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യാം, മോട്ടർ സ്റ്റാർട്ട്, ഫോർവേഡ് റിവേഴ്സ് 2 ഓപ്ഷനാണ് വരുന്നത്. മോട്ടർ ഫോർവേഡ് റിവേഴ്സ്. ഫോർവേഡിലാണ് നമുക്ക് റണ്ണിങ്ങിന് വരുന്നത് ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. റിവേഴ്സ് ക്ലീനിങ് ആണ് വർക്കിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ളത്. അപ്പോൾ അടുത്തായിട്ട് ഫോർവേഡ് ചെയ്യാം. ഫോർവേഡ് ചെയ്തതിന് ശേഷം ഷാഫ്റ്റിൽ റണ്ണിങ് നോക്കാം. ഇപ്പം ഷാഫ്റ്റ് മുന്നോട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇതാണ് ഫോർവേഡ് വരുന്നത്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോർവേഡിൽ ഇട്ടതിന് ശേഷം കൊപ്ര ആണെങ്കിൽ കൊപ്ര ഏത് സീഡാണോ അതെന്ത് ചെയ്യാം, ഇൻപുട്ട് കൊടുക്കാം. ഇവിടെ അവിടെ സീറ്റ് കഴിഞ്ഞ രീതിയിൽ എന്ത് ചെയ്യും, നമുക്കതിൽ കേക്ക് പുറത്തേക്ക് ചാടി വരും വേസ്റ്റ്. അതുപോലെ തന്നെ ഓയിൽ ഈ ചാനൽ വഴി എന്ത് ചെയ്യും, ഇതിലാണ് ഓയിൽ പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ചാനൽ പുറത്തേക്ക് ചാടി വരും, നമുക്ക് കളക്ട് ചെയ്യാം. ഇതാണ് ഇതിന് നോർമൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുക. അത് കണ്ടിന്യൂ ആയിട്ട് കൊടുത്തോണ്ടിരിക്കണം. ഡിലേ വരാൻ പാടില്ല. നമ്മൾ ഇടുന്ന സാധനം കൊപ്രയാണെങ്കിൽ ഇതിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഊർന്നിറങ്ങിക്കൊള്ളണമെന്നില്ല, ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിക്കോണമെന്നില്ല. നമ്മൾ ചെറിയൊരു കമ്പോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ചെറിയ രീതിയിലൊന്ന് തട്ടി കൊടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകൂ. അപ്പോൾ ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു മരത്തിൻ്റെ കമ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നാലാണ് സ്മൂത്തായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കുന്നതിനനുസരിച്ച്, ഉള്ളിലേക്ക് പോകുന്നതനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വരിക. ഇപ്പം സൺഫ്ലവർ അല്ലെങ്കിൽ സീസം, മസ്റ്റാർഡ് ഇതുപോലുള്ള സീഡാണെങ്കിൽ
എന്ത് ചെയ്യണ്ട, നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സൈഡിലായിട്ടൊരു ഓപ്പണിങ് ക്ലോസിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് ഇടുക, എന്നിട്ട് എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഒരു പകുതി ലെവലിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അത് സീസം അതുപോലെ തന്നെ മസ്റ്റാർഡൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഓടുന്നിറങ്ങുന്ന ഒരു ഐറ്റായിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് പകുതിയിലധികമായിട്ട് ചെയ്യാൻ തുറക്കാം, കുഴപ്പമില്ല. അപ്പോൾ കൊപ്രയാകുമ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, പ്രത്യേകിച്ച് അത്ര പെട്ടെന്ന് ഓടുന്നിറങ്ങുന്ന ഐറ്റം അല്ലാത്തതുകൊണ്ട്. കൊപ്രയാകുമ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മെഷീൻ കൂടുതൽ സമയം റൺ ചെയ്യിക്കാൻ പാടില്ല. കണ്ടിന്യൂ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം, അപ്പോഴാണ് വർക്ക് സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇടാനുള്ള ഐറ്റം തീർന്നു കഴിഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് നമുക്ക് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഈ ഒരു ഭാഗം കാലി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം, മോട്ടർ ഓഫ് ചെയ്യുക, റിവേഴ്സ് അടിക്കുക. ഏകദേശം 15 സെക്കൻഡ് വരെ എന്ത് ചെയ്യുക, റിവേഴ്സ് അടിക്കുക. റിവേഴ്സ് അടിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഈ ഒരു ഫ്രണ്ടിലേക്കായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഉള്ളിലുള്ള ടൈറ്റായി കിടക്കുന്ന മെറ്റീരിയലെല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മെഷീൻ ഫ്രീ ആവുള്ളൂ. അടുത്ത പ്രാവശ്യം ഓൺ ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് റണ്ണിങ് നടക്കണമെങ്കിൽ ടൈറ്റായിട്ടുള്ള മെറ്റീരിയലെല്ലാം പുറത്തേക്ക് വരണം. എന്നാൽ അല്ലാതെ അത് ഉള്ളിൽ തന്നെ ഈ ചേമ്പറിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് അത് ചെക്കായി പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്ക് മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഓൺ ആവാതെ വരും, അവിടെ സ്റ്റെക്കായി പോകും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ നിർബന്ധമായിട്ട് റിവേഴ്സ് നിർബന്ധമായിട്ടും ചെയ്യാം. റിവേഴ്സ് അടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, മെഷീൻ ഓഫ് ചെയ്ത് വെക്കും. ഇതെല്ലാം ഇനി അടുത്തായിട്ട് എന്ത് ചെയ്യാം, ഹോപ്പറെല്ലാം സ്പെൻഡിൽ ചെയ്ത് റീഅസംബിൾ ചെയ്യുന്നത് കാണിച്ചു തരാം.